കേരള സർക്കാരിന്റെ സുരക്ഷാ പെൻഷൻ. ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ അർഹരായ സ്ത്രീകൾക്ക് ഓരോ മാസവും 2000 രൂപ ലഭിക്കുന്നുണ്ട്. ഈ 2000 രൂപ ഒരു കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ. ഈ പണം ജീവിതത്തിന്റെ നട്ടെല്ല് പോലെയാണ്. കേരളം എപ്പോഴും മനുഷ്യരെ പരിഗണിക്കുന്ന നാടാണ്. പ്രായമായവർക്കും വികലാംഗർക്കും കർഷക തൊഴിലാളികൾക്കും സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. 2016 ഈ പദ്ധതി തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയപ്പോൾ കിട്ടിയിരുന്നത് 600 രൂപ മാത്രമായിരുന്നു. പിന്നീട് ഓരോ വർഷത്തെ ബജറ്റിലും സർക്കാർ ഈ തുക കൂട്ടി 1000 പിന്നെ 1600 ഒടുവിൽ 2025 ബജറ്റിൽ 400 രൂപ കൂടി കൂട്ടിയപ്പോൾ അത് 2000 രൂപ എത്തി. ഈ വർധനവ് സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്. ഒരു മാസത്തെ അരിയും കറണ്ടും മരുന്നുമൊക്കെ നോക്കാൻ ഈ പണം സഹായിക്കുന്നു. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക എന്നതാണ്. ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ഒരു സ്ത്രീക്കും വരുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഗ്രാമത്തിലും നഗരത്തിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും എല്ലായിടത്തും ഇതിന്റെ ഗുണഭോക്താക്കളുണ്ട്. പല വീടുകളിലും ഈ 2000 രൂപയാണ് മാസം മുഴുവനും ചിലവിലേക്കുള്ള ഏക വരുമാനം. ഈ പെൻഷൻ ആർക്കൊക്കെ ലഭിക്കുമെന്ന് കാണാം. കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്ന സ്ത്രീകൾക്കാണ് ഇത് ലഭിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ് ഏത് സ്ത്രീക്കും അപേക്ഷിക്കാം. കുടുംബത്തിന്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. BP റേഷൻ കാർഡുള്ളവർക്കും അന്ത്യോദയ അന്നയോജന കാർഡുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഭർത്താവ് മരിച്ചുപോയ വിധവകൾക്ക്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്ക്, നിരാശ്രിതരായി ജീവിക്കുന്നവർ, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ഭാര്യമാർ, ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾ ഉള്ളവരെ നോക്കുന്ന സ്ത്രീകൾ ഈ പദ്ധതിയിൽ പ്രത്യേക പരിഗണനയുണ്ട്. എന്നാൽ സർക്കാർ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. മാസം 5000 രൂപയിൽ കൂടുതൽ മറ്റു പെൻഷൻ വാങ്ങുന്നവർക്കും അർഹതയില്ല. വരുമാന നികുതി അടയ്ക്കുന്ന കുടുംബങ്ങളിലും ഇത് ബാധകമല്ല. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ ഈ പെൻഷൻ ലഭിക്കൂ. അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. വിധവയാണെങ്കിൽ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റും കൂടി നൽകേണ്ടതുണ്ട്. എല്ലാ രേഖകളും ശരിയായി നൽകിയാൽ മാത്രമേ അപേക്ഷ അംഗീകരിക്കപ്പെടൂ. ഇനി അപേക്ഷ നൽകുന്നത് വളരെ എളുപ്പമാണ്. ആദ്യം അടുത്തുള്ള വാർഡ് മെമ്പറെ കാണാം. അവരുടെ കയ്യിൽ അപേക്ഷ ഫോം ലഭിക്കും. അത് നന്നായി പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. രണ്ടാമത്തെ വഴി അക്ഷയ കേന്ദ്രമാണ്. അവിടെ പോയാൽ അവർ ഓൺലൈനായി സാമൂഹ്യ സുരക്ഷാ പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ചു തരും. കേരളത്തിന്റെ പോർട്ടലായ ssp.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കുന്നത്. മൂന്നാമത്തെ വഴി നേരിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസിലോ കോർപ്പറേഷൻ ഓഫീസിലോ പോകുക എന്നതാണ്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വാർഡ് സഭയിൽ വെച്ച് അതിനെക്കുറിച്ച് ചർച്ച നടക്കും. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി അത് പരിശോധിക്കും. അതിനുശേഷം ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ഫൈനലായി അംഗീകരിക്കും. ഈ പ്രക്രിയ മുഴുവനും നടക്കാൻ 45 ദിവസം മുതൽ 3 മാസം വരെ എടുക്കും. അപേക്ഷ എന്തായെന്നറിയാൻ അതേ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സെർച്ച് എന്ന ഭാഗത്ത് പോയി പേര് നൽകിയാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ്. കാരണം പണം നേരിട്ട് ബാങ്കിലേക്കാണ് വരുന്നത്. അടുത്തതായി വരുന്ന പ്രധാന ചോദ്യം ഓരോ മാസവും പണം എപ്പോൾ ലഭിക്കുമെന്നാണ്. സാധാരണയായി 20 മുതൽ 30-ാം തീയതിക്കുള്ളിലാണ് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താറുള്ളത്. ചില പഞ്ചായത്തുകളിൽ പെൻഷൻ വിതരണ ദിവസം വാർഡ് മെമ്പറും ജീവനക്കാരും വീട്ടിൽ വന്ന് പണം നേരിട്ട് കൊടുക്കാറുണ്ട്. കോവിഡ് കാലത്ത് തുടങ്ങിയ രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രായമായവർക്കും രോഗികൾക്കും ഇത് വലിയ സഹായകമാണ്. 2025 അവസാന മാസങ്ങളിലും 2026 തുടക്കത്തിലും പലർക്കും 3, 4, 5 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കാറുണ്ട്. 2026 ജൂലൈ മാസത്തിന്റെ അവസാനം 2 മാസത്തെ തുക ചിലരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കുടിശ്ശിക ബാക്കിയുണ്ട്. ധനമന്ത്രിയും സാമൂഹ്യ സുരക്ഷാ മിഷൻ ചെയർമാനും പറഞ്ഞിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് എല്ലാ കുടിശ്ശികയും തീർക്കുമെന്നാണ്. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കണമെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിരിക്കണം. വികലാംഗ പെൻഷന് 40% വൈകല്യം വേണം. കർഷക തൊഴിലാളി പെൻഷന് കൃഷിയുമായി ബന്ധം വേണം. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷന് പ്രായപരിധിയില്ല. ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അർഹതയുണ്ടെങ്കിൽ ലഭിക്കും.
2026 ഈ പദ്ധതി ചില പുതിയ മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. വ്യാജാപേക്ഷകൾ ഒഴിവാക്കാൻ വെരിഫിക്കേഷൻ കർശനമാക്കി. ഇപ്പോൾ ജീവനക്കാർ നേരിട്ട് വീടുകളിൽ പോയി പരിശോധിക്കുന്നു. ഓൺലൈൻ പോർട്ടലും അപ്ഡേറ്റ് ചെയ്തു. ഇനി പെൻഷൻ അക്കൗണ്ടിലെത്തുമ്പോൾ SMS ആയി വിവരം ലഭിക്കും. ഓണക്കിറ്റിനൊപ്പം പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ബജറ്റ് ക്രൈസിസ് ഉണ്ടെങ്കിലും സർക്കാർ ഈ പദ്ധതി നിർത്താൻ പോകുന്നില്ല. കാരണം ഇത് കേരളത്തിന്റെ നയത്തിന്റെ ഭാഗമാണ്. അർഹതയുള്ളവർ ഉടനെ അപേക്ഷിക്കുക. ഇപ്പോൾ ഈ തുക വാങ്ങുന്നവർ ബാങ്ക് വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായോ സാമൂഹ്യ സുരക്ഷാ മിഷനുമായോ ബന്ധപ്പെടുക. ഈ വിവരങ്ങൾ അറിയാത്ത മറ്റുള്ളവർക്ക് കൂടി എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.